ഇത് ടൈമ വർക്കിനെ ബേസ് ചെയ്തിട്ട് സെലക്ഷൻ പോസ്റ്റിൽ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് അമനും രഞ്ജനും അവരൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഒരു എഞ്ചിനീയർ എക്സ്പെരിമെൻ്റ് ആണ്. അമനാണെങ്കിൽ ഈ ഒരു വർക്ക് കൺസ്ട്രക്ട് ചെയ്യുവാണ്. രഞ്ജനാണെങ്കിൽ ഡിമോളിഷ് ചെയ്യുവാണ്. അതായത് ഇവൻ ചെയ്യുന്ന പോസിറ്റീവ് കാര്യം, ഇവൻ ചെയ്യുന്ന നെഗറ്റീവ് കാര്യം. അമന് ഈ ഒരു വോള് 15 ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യാം. രഞ്ജനാണെങ്കിൽ ഇത് 20 ദിവസം കൊണ്ട് ഡിമോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ, തകർത്ത് കളയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഈ ഒരു വോള് ഫസ്റ്റ് ടൈം സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഫസ്റ്റ് ടൈം ബിൽഡ് ചെയ്ത് തീർക്കാമെന്ന്. ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അമനാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ എന്ത് പരിപാടിയാണേലും ആദ്യമേ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം, അവരുടെ എഫിഷ്യൻസിയും കണ്ടുപിടിക്കണം. അതിനാണ് ഇപ്പോൾ ഇവിടെ ഡേയ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ അമനും രഞ്ജനും, ആദ്യത്തെ ആൾക്ക് 15 ദിവസം, രണ്ടാമത്തെ ആൾക്ക് 20 ദിവസം. ഓക്കെ, ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുത്തേക്കണം. 15ൻ്റെ 20ൻ്റെ LCM 60 ആയിട്ട് എടുത്തേക്കണം. ഇനി എന്ത് ചെയ്യണം? ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ അവരുടെ നമ്പർ ഓഫ് ഡേയ്സ്, 4 എന്ന് പറഞ്ഞു കിട്ടും. 60/15 4. ഇവിടെ അതുപോലെ തന്നെ 60/20 3. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നെഗറ്റീവ് എഫക്റ്റ് ആണ്. ഇയാൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, ഇയാൾ ഡിമോളിഷ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് നെഗറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. ഇനി പറയുന്ന ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. ആദ്യത്തെ ഡേ അമനായിരിക്കും, രണ്ടാമത്തെ ഡേ രഞ്ജനായിരിക്കും. ആദ്യത്തെ ഡേ അമനായിരിക്കും, രണ്ടാമത്തെ ഡേ രഞ്ജനായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡേ അമനായതുകൊണ്ട് തന്നെ അവന് 4 വർക്ക് അല്ലെങ്കിൽ 4 ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഡേ രഞ്ജൻ വന്നിട്ട് എന്ത് ചെയ്യും? 3 പൊട്ടിച്ച് കളയും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ 2 ദിവസം കഴിയുമ്പോഴും ഓരോ വർക്ക് തീരും എന്ന കണക്കിൽ നിങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെയായിരിക്കും. 2 ഡേയിൽ ഒരു വർക്ക് തീരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 വർക്കാണ് തീരാൻ. അപ്പോൾ ഇവിടെ × 60 ചെയ്യുക, ഇവിടെ × 60 ചെയ്തിട്ട് 120 ഡേയ്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ട് പോകും. പക്ഷെ അത് തെറ്റാണ്. അതിലെന്താ സംഭവിക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കണക്കനുസരിച്ച് ഓരോ 2 ഡേയിലും ഒരു വർക്ക് തീരും, ഓരോ 2 ഡേയിലും ഒരു വർക്ക് തീരും അല്ലേ? ഓരോ 2 ഡേയിലും ഒരു വർക്ക് തീരും. അപ്പോൾ സപ്പോസ് നമ്മുടെ 4 വർക്ക് ആദ്യമായിട്ട് തീരാൻ എത്ര ഡേയ്സ് എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്ന് വിചാരിക്കാം. 4 വർക്ക് ഫസ്റ്റ് ടൈം തീരാൻ എത്ര ഡേയ്സ് എടുക്കുമെന്ന് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിതറിയാം, ഇത് വർക്കാണ്. ഓരോ 2 ഡേയിലും ഒരു വർക്ക്. അപ്പോൾ നമ്മൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഇത് ഇവിടെ × 4 ചെയ്യും, ഇവിടെ × 4 ചെയ്യും അല്ലേ? അപ്പോൾ 8 ഡേയ്സ് വേണ്ടി വരും. 4 വർക്ക് തീരാൻ 8 ഡേയ്സ് വേണ്ടി വരും. പക്ഷേ ആക്ച്വലി 4 വർക്ക് ചെയ്യാൻ 8 ഡേയ്സ് വേണ്ട, ആകെ 4 ദിവസം മാത്രം മതി. ആകെ ഒറ്റ ദിവസം മതി. കാരണം അമൻ ആദ്യത്തെ ദിവസം വർക്ക് ചെയ്യുമ്പോൾ തന്നെ 4 വർക്ക് അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഈ ഒരു സാധനം നോക്കേണ്ടത്. അതാണ് അവിടെ മിസ്റ്റേക്ക് വരുന്നത്. ഇവിടെ ഡിമോളിഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലോട്ട് പോവുക, ഓപ്ഷനിൽ നിന്ന് പോവുക. കാരണം 120ൻ്റെ ഏകദേശം അടുപ്പിച്ച് തന്നെ ഇത് വരും. അപ്പോൾ നമ്മൾ ഈ 113, 117, 56 ഇതിൻ്റെ പോസിബിലിറ്റി ഒന്ന് നോക്കുക. അപ്പോൾ ഇതിന് 56 ദിവസം കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. 56 ദിവസം കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക. 56 ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ × 28 ആവുമ്പോൾ 56, 28 ആവുമ്പോൾ എത്ര? 56 വർക്കാവും. ഇവിടെയും 28 കൊടുത്തു കഴിഞ്ഞാൽ 28 വർക്ക് തീരും. 56 ദിവസം കൊണ്ട് 28 വർക്ക് തീരും. 57ാമത്തെ ദിവസം അമനായിരിക്കും ചെയ്യുന്നത്. സോ 57ാമത്തെ ദിവസം അവനായിരിക്കും ചെയ്യുന്നത്. 32 വർക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കത്തില്ല. ഏകദേശം ഈ 120ൻ്റെ ആൻസർ തന്നെ വരും. സോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഒന്നെങ്കിൽ 113, 117 ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി അപ്പോൾ അടുത്ത് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ 113 113 എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. 112 ചെക്ക് ചെയ്യാം അല്ലേ? 112 ചെക്ക് ചെയ്യാം. അപ്പോൾ 112 ചെക്ക് ചെയ്യുമ്പോൾ 112 എന്ന് പറയുമ്പോൾ ടോട്ടൽ 112 ഡേയ്സ്. 112 ഡേയ്സ് വരണമെങ്കിൽ എനിക്കിവിടെ 56 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ 56 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 112 ദിവസം 56 വർക്ക് തീരും. അടുത്ത ഡേയിൽ ഇനി അമ്മനാണ് വർക്ക് ചെയ്യാൻ നിൽക്കുന്നത്. 113ാമത്തെ ദിവസം അമ്മനാണ് വർക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അവൻ 4 വർക്ക് ചെയ്യും. സോ 60 വർക്ക്. സോ 60 വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ ഫസ്റ്റ് ഡേ 60 വർക്ക് കംപ്ലീറ്റ് ആവും. എന്നിട്ടാണ് ഇവൻ ഡിമോളിഷ് ചെയ്ത് വീണ്ടും പണിത് അങ്ങനെ വരുമ്പോഴാണ് ആക്ച്വലി 120 വരുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 113 ആണ്. ആദ്യമേ ഈ വർക്ക് കംപ്ലീറ്റ് ആകുന്ന എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വോൾ ബിൽഡ് ചെയ്ത് വെക്കുന്നത്.
60 വർക്ക് എപ്പോഴാണ് തീരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 113 വരുന്നത്.